അപ്പോൾ നമ്മളെ ഇലക്ട്രിക് ബൈക്കിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടാക്കി നിങ്ങൾ ചാനലിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ 2 പേഡ് ഡിസ്കിൻ്റെ പേഡ് മാറ്റി, അതേപോലെ A to Z കാര്യങ്ങൾ ഫുള്ള് ചെക്കിംഗ് ആണ്. അതേപോലെ ബാറ്ററി ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ബാറ്ററി അവർ അയച്ചിട്ട് അതിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ബെൽറ്റ് കാര്യങ്ങൾ ടൈറ്റ് ചെയ്ത് അതിന് ഗ്രീസൊക്കെ കൊടുത്ത് നല്ല സർവീസ് ചെയ്ത് നമ്മൾ വണ്ടി എടുത്തത് തിരൂരിൽ നിന്നാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്തത് മലപ്പുറത്തെ ഷോറൂമിൽ നിന്നാണ്. അവിടുത്തെ സർവീസ് എന്ന് പറയാൻ നല്ല സർവീസാണ്. വണ്ടി കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് നല്ല അടിപൊളി തന്നു. നമ്മൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴത്തിന് ഷോറൂമിൽ എത്താൻ നമ്മളൊരു 8:58 കൂടി അവിടെ എത്തിയെങ്കിലും 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ട് വണ്ടി സർവീസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. ബാറ്ററി ചെക്ക് ചെയ്തു, 100% ഉണ്ട്. ബാറ്ററി നമുക്ക് 75-ന് താഴേക്കാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററി സെറ്റ് ചെയ്ത് തരുമെന്നാണ് കമ്പനി പറഞ്ഞത്. അതേപോലെ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പോവോ? വേറൊരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, ബാറ്ററി പോവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വണ്ടി 5000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അവിടെ സർവീസിന് വന്ന കുറേ വണ്ടികൾ നമ്മൾ നോക്കി, അതായത് സെയിലിന് പോകുന്ന കുറേ ആൾക്കാർക്ക്, അതായത് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഈ ചിട്ടി അങ്ങനെ ഓൺലൈനായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ റോഡിൽ എന്നും ഒരു 200-300 രൂപയ്ക്ക് എണ്ണ അടിച്ച് പോകുന്ന പല ആളുകളുണ്ട് ജോലി ചെയ്യണേ. അവർക്ക് ഏറ്റവും പറ്റിയ വണ്ടിയാണ്. അപ്പോൾ അവിടെ വന്ന കുറേ ആളുകളോട് ചോദിച്ച പോലെയൊക്കെ പറഞ്ഞാൽ 60-50,000 കിലോമീറ്റർ ആയ കുറേ വണ്ടികളുണ്ട്. അവർക്കൊന്നും ഇതുവരെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഏതെണ്ണ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞത് നല്ലൊരു വണ്ടിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഡബിൾ സ്റ്റാൻഡ് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് മാത്രമാണ് എല്ലാവരും പറയുന്നത്. ബാക്കി എല്ലാം കൊണ്ട് മെച്ചാണ്. അപ്പോൾ എല്ലാവരും ധൈര്യത്തിലെടുത്തോളി, ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരുന്നില്ല. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കമ്പനി എല്ലാ സപ്പോർട്ടും ഉണ്ട്, അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തതിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അതാണ്. ഓക്കെ.